അല്ലയോ ബിലാലെ, പിണക്കമാണോ എന്നോട്? അല്ലയോ ബിലാലെ, പിണക്കമാണോ എന്നോട്? ചോദിക്കുന്നത് ആരാ? ചോദിക്കുന്നത് മുത്ത് റസൂലാണ് ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാലിനോടാണ് ചോദിക്കുന്നത്. ബിലാല് ഉറക്കത്തിലായിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ബിലാലിനോട് ചോദിക്കുക. ബിലാലിൻ്റെ പ്രായമെന്ന് പറയുന്നത് 60 കടന്നിരിക്കുന്ന ഒരു പ്രായം. ബിലാലിൻ്റെ ശരീരം വല്ലാതെ തളർന്നു പോയിരിക്കുന്നു. ഉമയ്യത്തിൻ്റെ ക്രൂരമായ ആക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ശരീരം വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു. വല്ലാത്ത ക്ഷീണം ബാധിച്ചിരിക്കുന്നു ബിലാലിന്. 60-ാം വയസ്സിൽ സിറിയയിൽ താമസം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഓർമ്മകൾ ഉള്ള, അള്ളാഹിൻ്റെ റസൂലില്ലാത്ത മദീനയിൽ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് മദീന വിട്ടു പോയതാണ് ബിലാല്. ആ ബിലാലിൻ്റെ ഉറക്കത്തിലാണ് അള്ളാഹിൻ്റെ റസൂല് പ്രത്യക്ഷപ്പെടുന്നത്. സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുക, എന്തേ ബിലാലെ, പിണക്കമാണോ? എന്തേ എന്നെ കാണാൻ വരാത്തത്? കാലം എത്രയായി മദീന വിട്ടു പോയിട്ട്, എന്തേ ബിലാലെ, പിണക്കമാണോ എന്ന് അള്ളാഹിൻ്റെ റസൂല് വന്നിട്ട് ബിലാലിനോട് ചോദിക്കുക. ഞെട്ടി ഉണർന്ന ബിലാല്, എൻ്റെ മുത്ത് റസൂല് എന്നെ തിരിച്ചു വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഭാര്യയോട്. പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ ബിലാൽ യാത്ര തിരിക്കുകയാ സിറിയയിൽ നിന്ന് ഇലാ ഹളറത്തി, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹളറത്തിലേക്ക് ബിലാൽ യാത്ര തിരിക്കുകയാ. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജന്മദിനമാണിന്ന്. ഈ ലോകത്തിൻ്റെ കാരണഭൂതൻ, മനസ്സിലായില്ലേ? ഈ ലോകത്തിൻ്റെ കാരണഭൂതൻ എന്ന് പറയാൻ ഞാൻ കാരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്. വിശ്വാസത്തിൻ്റെ തുടക്കം എവിടെ നിന്നാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ. അള്ളാഹനെ മാത്രം വിശ്വസിച്ചാൽ പോരാ, അള്ളാഹനെ വിശ്വസിക്കുന്നതോടൊപ്പം മുഹമ്മദുൻ റസൂലുള്ളാഹ്, അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് റസൂലിനെ പറ്റി വിശ്വസിക്കണം. മുത്ത് റസൂൽ പ്രവാചക തിരുമേനി അള്ളാഹിൻ്റെ ദൂതരാണെന്ന് വിശ്വസിച്ചേ മതിയാകൂ. ഇത് പറയുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജന്മദിനത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ബിലാലിനെ ഓർക്കാതെ എങ്ങനെ നമുക്ക് കടന്നു പോകാൻ കഴിയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതിനപ്പുറം സ്നേഹിച്ച അതിലൊരാൾ അത് ബിലാലായിരുന്നു. ഏത് ബിലാല്? ഉമയ്യത്തിൻ്റെ അടിമയായ കറുത്തവനായ ബിലാൽ, അല്ലേ? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ബിലാൽ. ആലോചിക്കണം. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ബിലാൽ, മക്കയിൽ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ബിലാൽ, വസ്ത്രമില്ലാതിരുന്ന ബിലാൽ, ഉമയ്യത്തിൻ്റെ അടിമയായിരുന്ന ബിലാൽ. ഒരു ദിവസം രാത്രി അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാതിൽ മുട്ടുന്നുണ്ട് ബിലാല്. ആ വാതിൽ മുട്ടിയിട്ട് ബിലാല്, കൂരാകൂരി ഇരുട്ടാണ്. ബിലാല് വന്നിരിക്കുന്നത് അടിമയായ ഉമയ്യത്തിൻ്റെ അടിമയായ ബിലാല് വന്നിരിക്കുന്നത് ഒരു കീറച്ചാക്ക്. ആ കീറച്ചാക്ക് കൊണ്ട് തൻ്റെ നഗ്നത മറച്ചിട്ടാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാതിൽ മുട്ടുന്നത്. അല്ലയോ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ എനിക്ക് മുസ്ലിം ആകണം. ബിലാല് പറഞ്ഞു, എനിക്ക് വിശ്വാസിയാകണം. ആലോചിക്കണം. അപ്പോഴും ഉമയ്യത്തിൻ്റെ അടിമയാണ്. ആ ഉമയ്യത്തിൻ്റെ അടിമയായ ബിലാല് പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂലേ എനിക്ക് വിശ്വാസിയാകണം. കേട്ടപാടെ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ മാറോട് ചേർത്തങ്ങ് പിടിക്കുന്നുണ്ട് ബിലാലിനെ. റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാലിനെ, ഉമയ്യത്തിൻ്റെ അടിമയായിരുന്ന ബിലാലിനെ റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മാറോടങ്ങോട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ബിലാൽ വിങ്ങി പൊട്ടിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹിൻ്റെ റസൂലേ
എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് വന്നതിന് ശേഷം എന്നെ ആരും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല ബിലാൽ റസൂലുള്ളാഹ് എന്ന് ബിലാൽ പറയുന്നുണ്ട്. ആ ബിലാലിനെ ബിലാലാക്കി മാറ്റിയ, നമ്മുടെ സയ്യിദാക്കി മാറ്റിയ അള്ളാന്റെ റസൂല്, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ അടിമയായിരുന്ന ബിലാലിനെ, നഗ്നത മറക്കാൻ ഒരു കഷ്ണം തുണി സ്വന്തമായിട്ടുണ്ടായി ഇല്ലാത്ത ബിലാലിനെ, ആ ബിലാലിനെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതാവാക്കിയ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുഅദ്ദിനാക്കിയ അള്ളാഹിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ആ കാലഘട്ടം നമ്മൾ പറയാതെ പോവുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഈ കാലം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാൻ ബിലാലിനെ ഇവിടെ പറയാൻ കാരണം, ഇന്ന് നമ്മുടെ ലോകത്ത് എവിടെയും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവേചനമുണ്ട്. മനുഷ്യർക്കിടയിലുള്ള ഒരു വലിയ വിവേചനം. മൃഗങ്ങൾക്കിടയിലല്ല കേട്ടോ, മനുഷ്യർക്കിടയിലാണ് ആ വിവേചനമുള്ളത്. പല രീതിയിൽ, നിറത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, അങ്ങനെ പല രീതിയിലുള്ള വിവേചനങ്ങൾ. അവിടെ നിന്നാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാനവികത ഈ ലോകത്തോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അടിമയായിരുന്ന ഉമയ്യത്തിൻ്റെ അടിമയായിരുന്ന ബിലാല് അള്ളാഹിൻ്റെ റസൂലിനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ, ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന മണലാരത്തിൽ കിടത്തിയിട്ട്, മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ഇങ്ങനെ കിടത്തിയിട്ട് പാറക്കഷ്ണങ്ങൾ ഉമയ്യത്തിൻ്റെ കിങ്കരന്മാർ കൊണ്ടുവന്നിട്ട് കറുത്തവനായ ബിലാലിൻ്റെ ദേഹത്ത് അങ്ങനെ കയറ്റി വെച്ചിട്ട്, എന്തിനാ? ആ ചുട്ടുപൊള്ളുന്ന മണലിൻ്റെ ആഘാതം, അതിൻ്റെ തീവ്രത, അത് നന്നായിട്ടൊന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ബിലാൽ അതങ്ങോട്ട് നന്നായിട്ട് ബിലാലിന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബിലാലിൻ്റെ ദേഹത്ത് ഈ പാറക്കഷ്ണങ്ങൾ കയറ്റി വെച്ച് കുമ്പഴും അപ്പോഴും ബിലാൽ പറയുന്നുണ്ട്, അഹദ് 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 അഹദ്, അല്ലാഹു ഏകനാണെന്ന്, അല്ലാഹു ഏകനാണ്, വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് അടിമയായ ബിലാൽ ആവർത്തിച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ബിലാലിൻ്റെ സ്നേഹം, ബിലാല് മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല, മറ്റെന്തിനെ കുറിച്ചും ചിന്തിച്ചിട്ടില്ല. ബിലാൽ ആകെ ചിന്തിച്ചത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ പ്രവാചകരാണെന്നതിനെ കുറിച്ച്. അത് മാത്രമേ ബിലാൽ ചിന്തിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ബിലാലിന് മറ്റൊന്നും ചിന്തിക്കാനോ സങ്കല്പിക്കാനോ ബിലാലിന് സാധിക്കുമായിരുന്നില്ല. അത്രയേറെ മൊഹബത്തായിരുന്നു അള്ളാഹിൻ്റെ റസൂലിനോട്, അത്രയേറെ മൊഹബത്ത് അല്ലേ. അള്ളാഹിൻ്റെ റസൂല് വഫാത്താകുന്ന ഒരു രംഗമുണ്ട്. ബിലാലിൻ്റെ കഥ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ബിലാല് ഞാൻ പറയുന്നു, ആവർത്തിച്ചു പറയുന്നു, അള്ളാഹിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുദൂതരുടെ ഒരു വാക്കുണ്ട്. എന്താണ്? ഹത്താ അകൂന അഹബ്ബ ഇലൈ, ഞാനാവണം ഏറ്റവും പ്രിയപ്പെട്ടവൻ, എന്നോടായിരിക്കണം അല്ലേ, മറ്റെന്തിനേക്കാളും, നിന്റെ സ്വത്തിനേക്കാൾ, നിന്റെ സമ്പത്തിനേക്കാൾ, അങ്ങനെ എണ്ണി പറഞ്ഞിട്ട് ഹത്താ അകൂന അഹബ്ബ ഇലൈ, ഞാനായിരിക്കണം പ്രിയപ്പെട്ടവൻ, ഹുബ് എന്നോടായിരിക്കണം. അതുവരെ വിശ്വാസം പൂർണ്ണമാകില്ല എന്ന് അള്ളാഹിൻ്റെ റസൂല് പറയുമ്പോൾ ബിലാൽ നമ്മുടെ മുന്നിൽ ഒരു മാതൃകയായി നിൽക്കുമ്പോൾ റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ എത്രമാത്രം എന്ന് ചിന്തിക്കേണ്ട ഒരവസരമാണിത്. അള്ളാഹിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ പറഞ്ഞ ഹത്താ അകൂന അഹബ്ബ ഇലൈ, ആ ഹുബ് എന്നോടായിരിക്കണമെന്ന് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബിലാലിൻ്റെ സ്നേഹവുമായി തട്ടിച്ചു നോക്കാൻ
അതിൻ്റെ ഒരു 7 അയലത്തെത്താൻ നമ്മുടെ ഹുബ്ബ് ആവുന്നുണ്ടോ, അത്രത്തോളം പ്രാപ്തമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥ അല്ലേ? അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായപ്പോൾ ഒരു വല്ലാത്ത വൈകാരിക നിമിഷമായിരുന്നില്ലേ മദീനയിൽ വല്ലാത്തൊരു വൈകാരിക നിമിഷമായില്ലേ? വാർത്ത കേട്ടവരൊക്കെ വല്ലാത്തൊരു ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. ആ ഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് ഉമറെന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ കിട്ടുകിട്ടാ വിറക്കും. ഉമറെന്ന് കേൾക്കുമ്പോഴേക്ക് കിട്ടുകിട്ടാ വിറക്കും. റളിയല്ലാഹു അൻ ഉമർ ബിൻ ഖത്താബ് തൻ്റെ വാളുമായിട്ട് വരികയാ മദീനത്തുൽ മുനവ്വറയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക്, അള്ളാഹിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് വന്നിട്ട് ഉമർ അവിടെ കാട്ടുന്ന ഒരു കാട്ടിക്കൂട്ടലുണ്ട്. ഉൾക്കൊള്ളാൻ കഴിയാതെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഉമർ തൻ്റെ ഊരിപ്പിടിച്ച വാളുമായിട്ട് പറയുന്നുണ്ട്, ആരടാ പറഞ്ഞത് എൻ്റെ മുത്ത് റസൂല് വഫാത്തായെന്ന്? ഉമർ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് നിൽക്കുന്നത്. ഉമറിനെ പറഞ്ഞ് മനസ്സിലാക്കാനോ റളിയല്ലാഹു അൻ ഉമറിനെ ആശ്വസിപ്പിക്കാനോ ആർക്കും സാധിക്കുന്നില്ല. അങ്ങോട്ടാണ് അബൂബക്കർ സിദ്ദീഖ്, അള്ളാഹിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഉമറിനോടൊരൊറ്റ ചോദ്യ, ഉമറേ, നീ വിശ്വസിച്ചത് അള്ളാഹിനെയാണോ അള്ളാഹിന്റെ റസൂലിനെയാണോ? മീൻസ് അള്ളയാണോ നിന്റെ ദൈവം, നിന്റെ റബ്ബ് അള്ളയാണോ അതോ മുഹമ്മദാണോ? ഒരിക്കൽ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ മുഹമ്മദ് എന്ന് അത്രമാത്രം കാർക്കശ്യത്തോടു കൂടി ഉച്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഉമറിനോട് ചോദിക്കുന്നുണ്ട്, മുഹമ്മദാണോ നിന്റെ റബ്ബ് അതോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളായാണോ നിന്റെ റബ്ബ്? ഉമർ പതിയെ തൻ്റെ ഊരിപ്പിടിച്ച വാള് ആ ഉറയിലേക്ക് അങ്ങോട്ട് ഇടുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂല് വിട പറഞ്ഞു എന്നുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു യാഥാർത്ഥ്യം ഉമർ ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ബാങ്ക് വിളിക്കാൻ സമയമായപ്പോൾ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖുൽ അക്ബർ പറയുന്നത്, ബിലാലെ, ബാങ്ക് വിളിക്കണം. മിമ്പറിൽ കയറിയിട്ട് ബിലാൽ തുടങ്ങി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്തതേതാ? അഷ്ഹദു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പൂർത്തീകരിച്ചില്ല ബിലാൽ റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത് അള്ളാഹിൻ്റെ റസൂലിനോടുള്ള ഹുബ്ബ് എത്രത്തോളമായിരുന്നു എന്ന് പറയാനാ. ഇത് പറയുമ്പോൾ ഈ പറയുന്ന സിദ്ദീഖുൽ അക്ബറിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. ഇസ്രായിന്റെ രാത്രി സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂല് തിരിച്ചു വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂല് തൻ്റെ സഹാബത്തിനോട് പറയുന്നുണ്ട്, ഇന്നലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇന്നലെ രാത്രി ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾ ആലോചിക്കണം, ഒറ്റ രാത്രി കൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുക. ഇസ്രായിൻ്റെ രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ വിവരിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ സദസ്സിലില്ല. അപ്പോൾ ഒരാൾ പോയിട്ട് സിദ്ദീഖുൽ അക്ബറോട് പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ തിരിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഈ ചോദ്യങ്ങളും ഈ ചരിത്രങ്ങളുമൊക്കെ നമ്മുടെ മുന്നിലൊരു പാഠമാകണം. എന്തിനുള്ള പാഠമെന്നറിയാമോ? അതാണ് ഞാൻ പറയുന്നത്. ഹത്താ കൂന ഹബ്ബ ഇലൈഹി എന്ന് പറയുമ്പോൾ പടച്ച തമ്പുരാൻ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു കണ്ടീഷനാ. ഏതാ കണ്ടീഷൻ? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്തേ പടച്ച തമ്പുരാൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതിരുന്നത്? അള്ളാണ് റബ്ബ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ വ അഷ്ഹദു അന്ന മുഹമ്മദൻ, അള്ളയാണ് റബ്ബ്, പടച്ച തമ്പുരാൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞു വെച്ചതിന് തൊട്ടു പിന്നാലെ അതോടൊപ്പം അള്ള പറഞ്ഞു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് അതൊരു കണ്ടീഷനാ. ഏതാ കണ്ടീഷൻ? നമ്മൾ പറയില്ലേ കണ്ണടച്ച് വിശ്വസിക്കുക എന്ന്. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. കണ്ണടച്ച് വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം എന്നുള്ളതാണ് അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ അകൂന ഹബ്ബ ഇലൈ,
മനസ്സിലായില്ലേ? അപ്പോൾ സിദ്ദീഖുൽ അക്ബർ ചോദിക്കുന്നുണ്ട്, അള്ളാൻ്റെ റസൂല്, എൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ? മുത്ത് നബി അങ്ങനെ പറഞ്ഞോ? എൻ്റെ പുന്നാര തങ്ങൾ അങ്ങനെ പറഞ്ഞോ എന്ന് സിദ്ദീഖുൽ അക്ബർ ചോദിക്കുന്നുണ്ട്. അതെ, തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ സിദ്ദീഖ് പറയുന്നുണ്ട്, എന്നാ പിന്നെ ഞാനത് അങ്ങോട്ട് വിശ്വസിച്ചിരിക്കുന്നു, മറു ചോദ്യങ്ങളില്ല. ആരാ പറയുന്നത്? പുന്നാര മുത്ത് നബിയുടെ സന്തത സഹചാരി സിദ്ദീഖുൽ അക്ബർ പറയാണ്, ഞാനത് അങ്ങോട്ട് വിശ്വസിക്കുക. എൻ്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അങ്ങോട്ട് വിശ്വസിക്കുക. മനസ്സിലായില്ലേ? അവിടെയാണ് ബിലാൽ മിമ്പറിൽ കയറിയിട്ട് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സാധിച്ചില്ല എന്നുള്ളതാ. അള്ളാന്റെ റസൂലിൻ്റെ വഫാത്ത് അത്രമാത്രം ബിലാലിനെ തളർത്തിയിരുന്നു. ബോധക്ഷയനായിട്ട് ബോധം കെട്ട് വീഴാണ് ബിലാല്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുഅദ്ദിൻ, അള്ളാന്റെ റസൂൽ വഫാത്തായി കിടക്കുന്ന മദീനയിൽ ബാങ്ക് വിളി പൂർത്തീകരിക്കാൻ സാധിക്കാതെ ബോധം കെട്ട് വീണ അവസ്ഥ. പിന്നെ ബിലാല് ആ മദീനയിൽ നിന്നിട്ടില്ല. ഞാൻ പോവുകയാണ്, സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, ഞാൻ പോവുക, അള്ളാന്റെ റസൂലില്ലാത്ത മദീന എനിക്ക് പറ്റില്ല. ഈ മദീന അള്ളാന്റെ റസൂലിൻ്റെ പാദസ്പർശമേറ്റ മദീനയിൽ അള്ളാന്റെ റസൂൽ വഫാത്തായിരിക്കുന്നു. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ബിലാല് പറയാണ്, ഇനി ഈ മദീനയിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. ആ ബിലാല് മദീന വിട്ടു പോകുകയാണ്. ആ പോക്ക് പോയത് സിറിയയിലേക്കാ. സിറിയയിൽ ചെന്നിട്ട് താമസിക്കുകയാണ്. വർഷങ്ങൾ കടന്നു പോകുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഒരു രാത്രിയിലാണ് അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നത്, അല്ലയോ ബിലാലേ, പിണക്കമാണോ ബിലാലേ എന്നോട്? എന്താ ഒരു സിറ്റുവേഷൻ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. സിദ്ദീഖുൽ അക്ബർ അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ, സയ്യിദ്നാ ബിലാൽ ഇബ്നു റബാഹ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഹിബ്ബാകാൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? അവിടെയും നമ്മുടെ മുന്നിൽ എത്ര ചോദ്യങ്ങളാണ് വരുന്നത് അല്ലേ? നമ്മുടെ യുക്തിയിൽ എൻ്റെയും നിങ്ങളുടെയും ലിമിറ്റഡായിട്ടുള്ള ബുദ്ധി മാത്രം തന്നിട്ടുള്ള നമ്മുടെ ജീവിതം അല്ലേ? ഞാനും നിങ്ങളൊക്കെ എല്ലാ രീതിയിലും ലിമിറ്റേഷൻസ്, പരിമിതികൾ ഉള്ളവരല്ലേ? എല്ലാ അർത്ഥത്തിലും പരിമിതികളുള്ളവർ. ഈ പരിമിതികൾ മാത്രമുള്ള നമ്മുടെ മനസ്സിൽ, നമ്മുടെ യുക്തിയിൽ എത്ര ചിന്തകളാണ്, എത്ര ചോദ്യങ്ങളാണ് വരുന്നത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹബ്ബ്, അതിനേക്കാളേറെ ചോദ്യങ്ങൾ വരുന്നില്ലേ? പലരും ചോദിക്കുന്നില്ലേ, എന്തിനാ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മീലാദ് ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്ന്? അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ബിലാൽ ഇബ്നു റബാഹ് സിറിയയിൽ നിന്ന് അള്ളാഹിൻ്റെ റസൂല് എന്നോട് പിണക്കമാണോ ബിലാലെ എന്ന് ചോദിച്ചത് കേട്ട് പിറ്റേന്ന് രാവിലെ യാത്ര തിരിച്ച് ബിലാൽ വന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മസ്ജിദുൻ നബവിയിൽ മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ബിലാൽ പറയുന്ന ഒരു ഘട്ടമുണ്ട് ഇല്ലേ? ഇതൊക്കെ ചരിത്രമല്ലേ? ഇതൊന്നും കെട്ടുകഥകളല്ലല്ലോ, ഇതൊക്കെ ചരിത്രമല്ലേ? അന്നും തിരിച്ചെത്തിയ ബിലാൽ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ കയറുന്നുണ്ട് ബാങ്ക് വിളിക്കാൻ. അള്ളാഹിൻ്റെ റസൂല് വഫാത്തായ അന്ന് സംഭവിച്ച അതേ സംഭവ വികാസങ്ങൾ വീണ്ടും മസ്ജിദുൻ നബവി സാക്ഷിയാകുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ ബിലാല് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പൊട്ടിക്കരയുന്ന നിമിഷങ്ങളുണ്ട്. മദീനക്കാര് മസ്ജിദുൻ നബവിയിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ബിലാല് തിരിച്ചെത്തി. പക്ഷേ അപ്പോഴും അള്ളാഹിൻ്റെ റസൂലിനോടുള്ള ഹുബ് ബിലാലിൻ്റെ മനസ്സിൽ. പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മീലാദല്ലാതെ പിന്നെ എന്താണടോ നമ്മൾ ആഘോഷിക്കുക? ഈ ലോകത്തിൻ്റെ കാരണഭൂതൻ
ഈ ലോകത്തിൻ്റെ എല്ലാം 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 എന്തിന്? ഈ ലോകത്തിൻ്റെ അല്ലല്ലോ, അള്ളാന്റെ റസൂലിന് വേണ്ടിയല്ലോ ഈ ലോകമുണ്ടാക്കിയത്. ഈ ലോകം മാത്രമാണോ? പടച്ച റബ്ബിൻ്റെ സൃഷ്ടിയായിട്ട് എന്തൊക്കെയുണ്ടോ, പടച്ച റബ്ബിൻ്റെ സൃഷ്ടിയായിട്ട് എന്തൊക്കെയുണ്ടോ എല്ലാം മുത്ത് നബിക്ക് വേണ്ടിയിട്ട്. എവിടെ നിന്ന് തുടങ്ങി? മുൻദു അൽഫൈ ആമിൻ എന്ന് പറഞ്ഞു വെക്കുന്ന ആ വാക്കുണ്ടല്ലോ, ആദം അലൈഹിസ്സലാം, ആദം നബിയെ പടക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ആ നൂറ് എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ്റെ സൃഷ്ടിപ്പ് തന്നെ അള്ളാൻ്റെ റസൂലിന് വേണ്ടിയായിരുന്നു. അള്ളാൻ്റെ റസൂലിന് വേണ്ടിയായിരുന്നു പടച്ച തമ്പുരാൻ്റെ എല്ലാ സൃഷ്ടിപ്പുകളും. ആ അള്ളാൻ്റെ റസൂലിൻ്റെ മീലാദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലെങ്കിൽ പിന്നെ എന്ത് നമ്മൾ ആഘോഷിക്കും? ഇത് ആഘോഷിച്ചില്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പിന്നെ അവന് ആഘോഷങ്ങളില്ലടോ, ആഘോഷങ്ങളില്ല. ഇത് തന്നെയാണ് ആഘോഷം, അള്ളാൻ്റെ റസൂലിൻ്റെ മീലാദ്. ആഘോഷമെന്ന് പറയുമ്പോഴേക്കും നിങ്ങളതിനെ തെറ്റിദ്ധരിക്കണ്ട. ഇത് അള്ളാൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയാൻ, മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ, മുത്ത റസൂലിനെ ഇങ്ങനെ പ്രകീർത്തിക്കാൻ, ത്വലഅൽ ബദ്റു അലൈന അല്ലേ, അള്ളാൻ്റെ റസൂലിൻ്റെ മദ്ഹ് ഇങ്ങനെ പറയാൻ, അതാണ് ആഘോഷം, അതാണ് നമ്മുടെ ആഘോഷം അല്ലേ. മുസ്ലിമിൻ്റെ ജീവിതം എപ്പോഴും ലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആയിട്ട് ഒന്നും തന്നെ നമുക്കില്ല, ലിമിറ്റഡ് ആണ്. അവിടെ ആഘോഷമെന്ന് പറയുന്നത് അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അള്ളാൻ്റെ റസൂലിൻ്റെ മീലാദ് നമ്മൾ ആഘോഷിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് അല്ലേ. അള്ളാൻ്റെ റസൂല് മക്കയിലേക്ക് നുബൂവത്തിൻ്റെ ആ ഒരു ഘട്ടം, ഇസ്ലാം ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടം. എന്തായിരുന്നു മക്ക? എന്തായിരുന്നു അവിടുത്തെ കൾച്ചർ? എന്തായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ? എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം? ബിലാലിനെ പോലെയുള്ള ആയിരക്കണക്കിന് അടിമകൾ, അടിമത്വം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം തന്നെ തുടച്ചു നീക്കിയ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമയായിരുന്ന ബിലാലിന്, ബിലാൽ എന്ന് പറഞ്ഞാൽ, അടിമ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരടിമയായിരുന്നു. ഉമയ്യത്തിൻ്റെ ക്രൂരമായ അക്രമങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരടിമയായിരുന്നു സയ്യിദ്ന ബിലാൽ റളിയല്ലാഹു അൻഹു. വല്ലാത്തൊരു നാറ്റമായിരുന്നു. നാറ്റം എന്ന് പറഞ്ഞാൽ ഈ ആടിനെയും ഒട്ടകങ്ങളെയും മേക്കലായിരുന്നു ബിലാലിൻ്റെ ജോലി. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ആടും ഒട്ടകവും ഇതിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് എപ്പോഴും ഈ മൃഗങ്ങളുടെ, ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയും ഒരു സ്മെല്ലായിരുന്നു ബിലാലിന്. ആ ബിലാലിനെയാണ് മുത്ത് റസൂല് ആ പാതിരാത്രിയിൽ നെഞ്ചോട് ചേർത്തങ്ങനെ പിടിക്കുന്ന ഒരു പിടുത്തമുണ്ട്. ബിലാൽ എത്ര ഭാഗ്യവാനാ, നിങ്ങളൊന്ന് ആലോചിക്കണം. ബിലാൽ എത്ര ഭാഗ്യവാനാ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദേഹത്തോട്ട് അങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധിച്ച ബിലാല്. ആ ബിലാല് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ ബിലാലിന് തിരിച്ച് ചോദിക്കാൻ ചോദ്യങ്ങൾ ബിലാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു യുക്തി ബിലാലിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ ബിലാൽ തയ്യാറായിരുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടവനായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ഏതുപോലെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷൻ ബിലാലിൽ എല്ലാ അർത്ഥത്തിലും 100% പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മീലാദ് ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ബിലാലും റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ സഹാബത്ത് റളിയല്ലാഹു അൻഹും
അവരുടെ ഹുബിൻ്റെ ഏഴയലത്തെങ്കിലും നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മവിചിന്തനം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്.